ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയുടെ കയ്യിലൊരു കളിപ്പാട്ടം കിട്ടിയ പോലെയാണ്. നമ്മൾ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ആയിരിക്കാം. ഇപ്പം നമുക്കതിനൊന്നും സമയമില്ലല്ലോ. ആറ് കള്ളങ്ങളെ കുറിച്ച് 6 lies. അത് ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. One thing. ഒറ്റ കാര്യം. ശ്യാം, യെസ്, നമുക്ക് പുതിയൊരു ബുക്ക്. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നാളും വലിയ വലിയ കൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഒരു ചെറിയ കൺസെപ്റ്റ്, ഏറ്റവും ചെറിയ കൺസെപ്റ്റ്, വൺ തിങ്, ഒറ്റ കാര്യം. അതാണ് എനിക്ക് ആ ബുക്കിനോടുള്ള ഏറ്റവും ഇഷ്ടവും അത് തന്നെയാണ്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഒറ്റ കാര്യത്തെക്കുറിച്ച് പറയുന്നു, ഒറ്റ കാര്യം പറയുന്നു. ഗാരി കെല്ലർ എന്ന് പറഞ്ഞ ഫേമസ് ഓതറിന്റെ ബുക്കാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, എങ്ങനെ ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നു, എന്താണ് ഈ ബുക്കിൽ നിന്ന് ഷാറിനുണ്ടാക്കിയ ഇമ്പാക്ട്? ബുക്കിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയുള്ള നമ്മളൊരു ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിൽ നമ്മളൊരു ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള സമയത്തിൽ കൂടെ കടന്നു പോകും. ഇപ്പം ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, അതുപോലെ ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള, നമുക്ക് മൈൻഡ് എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, നമ്മളുള്ളിൽ ഇങ്ങനെ ഒരു പ്രക്ഷുബ്ധമായിട്ടെന്ന് പറയുന്ന ഒരവസ്ഥ കൂടെ കടന്നു പോകുന്ന സമയങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സമയത്താണ് എനിക്ക് എവിടെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു സമയത്ത് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അറ്റൻഷൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ എന്തിൽ ഞാൻ ഫോക്കസ് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു റിസർച്ചിൽ വന്ന ഒരു ബുക്കാണ്, എൻ്റെ ഒരു മെൻറ്റർ സജസ്റ്റ് ചെയ്ത ബുക്കാണ് ആക്ച്വലി. ഇപ്പം ഞാൻ എന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിച്ചൊരു ഒരാളുണ്ട്, അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തൊരു ബുക്കാണിത്. കംപ്ലീറ്റ്ലി ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുണ്ട് ഈ ബുക്ക് വായിച്ചപ്പോൾ. അപ്പം എനിക്ക് മനസ്സിലായത് ലൈഫിൽ കുറേ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, അല്ല നമ്മൾ ലാക്ക് ഓഫ് ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനമല്ലോ. പക്ഷേ ഇതിൽ വേറെ രസമുണ്ട്, ഞാൻ അതിന് ശേഷം ഒത്തിരി പേരുടെ ആ ഒരു ക്ലാരിറ്റി ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിയായിരുന്നു. ആ ബുക്കിൽ നിന്ന് തുടങ്ങിയ ജേണി ആയിരിക്കാം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചതും നോട്ട് ചെയ്തതും എഴുതി വെച്ചിട്ടുള്ളതായിട്ടുള്ളൊരു ബുക്കാണ് ഈ ഗാരി കെല്ലറിൻ്റെ വൺ തിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല പല കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഫോക്കസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മാസ്റ്റേഴ്സ് ചെയ്യുന്ന പോലെയാണ്. അതിന്റെ നെക്സ്റ്റ് ലെവലാണ് ഈ വൺ തിങ്. ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ വാട്ട് ഈസ് വൺ തിങ്? എന്താണ് ഗാരി കെല്ലർ മീൻ ചെയ്യുന്നത്? വൺ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫോക്കസ് സ്കാറ്റേർഡ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയ കാലത്ത് സ്കാറ്റേർഡ് ആണ്. അതിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് നമ്മൾ അതിനൊക്കെ കിട്ടി വി ഫൈൻഡ് അവർ ടൈം, വി ആർ ഫൈൻഡിങ് അവർ ഓൺ മൈൻഡ്. നമ്മുടെ മൈൻഡിനെ തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കറിയില്ല. കാരണം നമ്മുടെ നിന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് കുറേ വർഷങ്ങളായി. നമ്മുടെ നിന്ന് അറ്റൻഷനും ഫോക്കസൊക്കെ പോയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയുടെ കയ്യിലൊരു കളിപ്പാട്ടം കിട്ടിയ പോലെയാണ്. നമുക്കറിയില്ല നമുക്ക് ഇനി എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പലരും അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുള്ളതായിട്ട് അവരുടെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്തിലാണ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്, ഇനി എവിടെ ഞങ്ങൾ തുടങ്ങണം, കാരണം ഇത് പോയിട്ട് വർഷങ്ങളായല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് എന്തിൽ ഫോക്കസ് ചെയ്യണം, എങ്ങനെ നമുക്കൊരു നേരോ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു തരം ബുക്കാണിത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ തന്നെയുള്ള സാഹചര്യങ്ങൾ തീരെ കുറവാണ്. ഇല്ല, കാരണം നമ്മളിങ്ങനെ പറയാലോ, ഒരു കാലത്ത് നമുക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇപ്പം നമുക്കതിനൊന്നും സമയമില്ലല്ലോ. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്ട്രാക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഈ എനർജീനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ലോ. അതിലേക്കുള്ള ഒരു ചോട്ടുപടിയാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പടിയാണിത്. ഷാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതിന്റെ കാരണം നമ്മൾ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ആയിരിക്കാം, ആ വളർച്ചയുടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എക്സ്പോഷറിന്റെ ആയിരിക്കാം. ഗാരി കെല്ലർ പറയുന്നതാണ്, കുറെ കള്ളങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ്, അതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ്, ക്ലാരിറ്റി ഇതെല്ലാം നഷ്ടപ്പെട്ടതെന്ന്. ഒരു 6 കള്ളങ്ങളെ കുറിച്ച്, 6 lies കുറിച്ച് ഗാരി കെല്ലർ പറയുന്നുണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്താലോ? തീർച്ചയായിട്ടും ലിജിൻ. കാരണം നമ്മളെല്ലാവരും അന്നത്തെ ഒരു തലമുറ എന്നല്ല, ഇപ്പോഴാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നില്ല നമുക്ക് അത്രയ്ക്കും ഒരു ഇൻഫർമേഷൻ പാക്ഡ് ആണ് നമ്മുടെ ഒരു പുതിയൊരു ജനറേഷൻ എന്ന്. പക്ഷെ നമ്മുടെ ഒരു തലമുറ എന്ന് വരുന്ന സമയത്ത് നമ്മളതിനെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നമ്മളിൽ ഫീഡ് ചെയ്ത് തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ നിന്ന് മാറുന്ന സമയത്തേക്കൊക്കെ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതിൽ 6 കാര്യങ്ങൾ എനിക്കൊരു ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ഒന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് എവറിത്തിങ് മാറ്റർ
ഈക്വലി. നമ്മൾ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം, ഒരേപോലെ പ്രാധാന്യം കൊടുക്കണം നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, അതായത് നമ്മൾ ആ 4000 വീക്സിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യത്തിലും പ്രാധാന്യം കൊടുക്കാനുള്ള സമയം ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ തിരിച്ചറിയാം. രണ്ടാമത്തെ മൾട്ടി ടാസ്കിങ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു നുണയാണ്. പക്ഷെ നമുക്ക് സ്റ്റഡീസും പറയണത് നമ്മളൊരു മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40% പ്രൊഡക്ടിവിറ്റി ഉള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് പറയണത്. നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ട കാര്യമില്ല. ഡോണ്ട് ട്രൈ ടു ഡു മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് എ സെയിം ടൈം. പിന്നെ നമ്മൾ ഈ മൂന്നാമത്തെ ഡിസിപ്ലിൻ ഈസ് ഓൾ യു വാണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസിപ്ലിൻ ഏറ്റവും മെയിൻ. അതായത് അച്ചടക്കമാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം. അത് ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ടൂ മച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് വളർന്നേക്കണം. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ആ ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാരണം കൊണ്ട് നമുക്കൊരു ഒത്തിരി ഫിയറും കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ പറയണത് നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ അല്ല, നമുക്ക് വേണ്ടത് ഹാബിറ്റ്സ് ആണ്. നമ്മൾ അറ്റോമിക് ഹാബിറ്റിൽ പറഞ്ഞ പോലെ ഹാബിറ്റ് ഉണ്ടാക്കാൻ ഡിസിപ്ലിൻ വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻ വേണ്ട. അപ്പോൾ അതാണ് ഒരു മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. നാലാമത്തെ പറഞ്ഞെങ്കിൽ വിൽ പവർ ഈസ് ഓൾവേസ് ദെയർ ഇഫ് യു വാണ്ട് ഇറ്റ്. അത് റോങ് ആ. കാരണം നമുക്ക് വിൽ പവർ ഇല്ല. നമുക്കൊരു ദിവസം ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്ക് വിൽ പവർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ടയേർഡ് ആവും. നമ്മൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ അതില്ല, ഇറ്റ് ഡസൻറ്റ് വർക്ക്. അപ്പം അടുത്ത അഞ്ചാമത്തെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് എ ബാലൻസ്ഡ് ലൈഫ് ഈസ് ഗുഡ് ലൈഫ് എന്ന്. നമുക്ക് അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്തിട്ട് ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റില്ല. മിക്ക ആൾക്കാരും നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഫാമിലിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഹാവിങ് എൻ ഇംബാലൻസ് അല്ലേ. നമ്മൾ ഫുൾ ബാലൻസ് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെറിയ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ തകർന്നു പോണത്. ജസ്റ്റ് ഗെറ്റ് റെഡി ടു മേക്ക് ഇറ്റ് ഇംബാലൻസ്ഡ് ലൈഫ് അല്ലേ. ആണ്. അതെ. അടുത്തൊരു സംഭവമാണ്, അതായത് ബിഗ് ഈസ് ബാഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെപ്പോഴും ഡിസ്കറേജ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഒരു സൊസൈറ്റി. നമുക്ക് ഇപ്പോൾ ഈ ഗാരി കെല്ലർ പറഞ്ഞ വി നീഡ് ടു തിങ്ക് ബിഗ്, വി നീഡ് ടു ഡ്രീം ബിഗ്. വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ ആ ഒരു ഫോക്കസിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കാര്യം മാത്രം കടന്നു പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സമയത്തിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ജീവിതം കാണാനേ ഇല്ല. ഒരു ഐഡിയ ഇല്ല അവർക്ക്. അങ്ങനെ പ്ലാൻ ചെയ്യാൻ അറിയില്ല. നമുക്ക് ആ ഒരു ബിഗർ പിക്ചറിൽ ലൈഫിനെ കാണാൻ അറിയില്ല. നമ്മളൊരു ചെറിയ ഇടുങ്ങി നിൽക്കണ ഇന്നത്തെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തൽക്കാലത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ അതൊരു ആ ഒരു 6 പ്രിൻസിപ്പിള് നമുക്ക് ലൈഫിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. ഞാനത് നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കണത് ഒരു മിത്താണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു പരിധി വരെ ഇതിനെപ്പറ്റി കൂടുതൽ വായിച്ചപ്പോഴാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ അപ്പർ സൈഡ് കൂടെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തില്ല, ഓക്കെ ശരിയല്ലല്ലോ, അങ്ങനെയാണല്ലോ എന്ന് തോന്നുന്നത്. എസ്പെഷ്യലി ആ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റേ ഹാബിറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഐ ക്യാൻ എഗ്രി വിത്ത് ദാറ്റ്. പിന്നെ അത് 100% അല്ലേ. നമ്മൾ ശരിക്കും ഭയങ്കര വിൽ പവർ വെച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തളർന്നു പോകും. എല്ലായിടത്തും പോയിട്ട് നമ്മൾ ടയേർഡാവും, നമ്മൾ മെന്റലി ടയേർഡാവും, നമ്മൾ ഇമോഷണലി ടയേർഡാവും. നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ടത് നമുക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഗാരി കെല്ലറിനെ പറയുന്നത് നമ്മൾ ചില സമയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ വിൽ പവർ കൂടിയിരിക്കുന്ന സമയങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ മോർണിംഗ് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിരിക്കാം, നമ്മുടെ ബ്രെയിൻ ഫോക്കസ്ഡ് ആയിരിക്കാം. നമ്മുടെ ബോഡീനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ഒരു റോങ് ഡിറക്ഷനിൽ പുഷ് ചെയ്ത് ഹാർഡ് ചെയ്തിട്ട് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ നുണകളുടെ അപ്പുറ സൈഡിലുള്ള സാധനമാണ് സത്യം. അപ്പോൾ ഗാരി കെല്ലറുടെ സത്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. വാട്ട് ആർ ദ ട്രൂത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗാരി കെല്ലർ പറയുന്നത് നമുക്കൊരു വി ഷുഡ് ഹാവ് എ ഫോക്കസ് ക്വസ്റ്റ്യൻ. ഫോക്കസ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ 80-20 റൂളൊക്കെ പറയണ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത് ലൈഫിൽ. അതായത് 20% ഓഫ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ 80% ഓഫ് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കാൻ പഠിക്കണം. അത് ഇതിലൊരു പ്രത്യേകിച്ചൊരു 1 ക്വസ്റ്റ്യനെ പറ്റി പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ 1 തിങ്? ആ ഒറ്റ കാര്യം, ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യം ഇറലവൻ്റ് ആവും. അല്ലെങ്കിൽ ആ ബാക്കി എല്ലാ കാര്യത്തിനും ഓവർടേക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും. ആ കാര്യം ഏതാണെന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ലൈഫിനെ ഇതിന് കൂടി ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് നല്ലത്. അതായത് ഒറ്റ കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ആ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റിയും വരും. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അത്രയും മാത്രം ഇമ്പോർട്ടൻസ്
ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും, ഫിസിക്കൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും, കരിയർ, നമ്മുടെ ജോലി. ഇപ്പോൾ കരിയറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ജോലി നമുക്ക് കയറ്റം കിട്ടാനായിട്ട് ചിലപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതിയാവുമായിരിക്കും, ഇന്ന് ചെയ്യണം ആ കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയാമല്ലോ, ഇപ്പോൾ എനിക്ക് ജോലി പ്രൊമോഷനാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഓക്കെ നിനക്ക് 2 ഇയർ കഴിയുമ്പോൾ പ്രൊമോഷൻ വേണം, അതിന് വേണ്ടിയിട്ട് നീ ഇന്ന് എന്ത് ചെയ്യണമെന്ന് നീ ഇന്ന് ആലോചിക്കുക. മനസ്സിലായില്ലേ? അത്രയും വൺ തിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടിയും ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫൈനാൻസ് ആണെന്ന് വിചാരിക്കട്ടെ, ഇപ്പോൾ നിനക്ക് ഇത്ര $1 മില്യൺ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് അസറ്റ് ആണ് വേണ്ടത്. അതിലേക്ക് എത്താനായിട്ട് എന്താണ് ഒറ്റ കാര്യം നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുക? ആ ഇന്ന് ചെയ്യാൻ പറ്റണതിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. വി ക്യാൻ ഇഗ്നോർ റെസ്റ്റ് ഓഫ് ദ തിങ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു വൺ തിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ നമുക്കത് എല്ലാത്തിലും അപ്ലൈ ചെയ്യാലോ. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ നമുക്കൊരു ബിസിനസ് ലോഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ ബിസിനസ് ലോഞ്ച് ചെയ്യണത് ഒരു 3 month ടൈമിലായിരിക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഇന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി കുറവില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ആ ഒരു ലോങ് ടൈം വ്യൂ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അതെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല. അല്ലല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണത് നമുക്ക് വി ഷുഡ് ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഒരു ദിവസം 1 ദിവസം 2 ദിവസമാണ് 3 ദിവസമാണ്, അതൊരാഴ്ചയാണ്, മാസമാണ്, വർഷമാണ്, then it's decades. ലൈഫ് ചേഞ്ച് ആവുകയാണ് നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അതല്ലേ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റണം. അതാണ് അതിനുള്ള ചങ്കൂറ്റം ആദ്യം ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പം ഞാനാണെങ്കിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പാത്ത് കൂടെ പോയപ്പോൾ എപ്പോഴും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ ഒന്ന് കൺഫ്രണ്ടിങ് ആണ്, 2 വെരി ചലഞ്ചിങ് ആണ്, പിന്നെ നമുക്ക് മെന്റലി ഭയങ്കര പാടാണ്. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വഴിക്കാണോ പോകുന്നത്? പക്ഷേ നമ്മൾ ആ വഴിക്ക് ഇതിന് മുമ്പ് പോയ ആൾക്കാർ ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗിവ്സ് ലോട്ട് ഓഫ് ക്ലാരിറ്റി. ഈ വഴി പോയി സക്സസ് ആയി, ഈ വഴി ഞാൻ ചേഞ്ച് ചെയ്തു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉള്ളവർക്ക്. അപ്പം അവരെയാണ് നമ്മൾ മെന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗാരി കെല്ലറും ആ മെന്റേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ പുള്ളി പറയുന്ന പേരാണ് സപ്പോർട്ട് ഗ്രൂപ്പ്. ആ സപ്പോർട്ട് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റോർ എന്ന് വിളിക്കാം, കോച്ച് എന്ന് വിളിക്കാം, നമുക്ക് വി ക്യാൻ കോൾ ഇൻ ഡിഫറെന്റ് നെയിംസ് അല്ലേ. കോവിഡിന്റെ ഒക്കെ ഒരു സമയം തൊട്ടാണ് ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തെടുത്തുകൊണ്ടിരുന്നത് പല ആംഗിളുകളിലായിട്ട്. എനിക്ക് നോക്കുമ്പോൾ ഓരോ ആംഗിളിലും എനിക്ക് മെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോച്ചസ് ഉണ്ട്. എനിക്ക് വെൽ പെയ്ഡ് ആയിട്ടുള്ള ഞാൻ ഒത്തിരി ആ ഒരു ഏരിയയിൽ, കാരണം ഐ റെസ്പെക്ട് പീപ്പിൾ ആൻഡ് ദെയർ സ്കിൽസ് ആൻഡ് ദെയർ നോളജ് ആൻഡ് ദെയർ എക്സ്പെർട്ടീസ്. കാരണം നമ്മൾ ചിലപ്പോൾ സ്വയം റിസർച്ച് ചെയ്ത് ഒത്തിരി സമയം കഴിഞ്ഞ് കിട്ടണ ഉത്തരങ്ങൾക്ക് ചിലപ്പോൾ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ചോദ്യം കൊണ്ട് നമുക്ക് വഴി കാട്ടിത്തരാൻ പറ്റുമായിരിക്കും. അത്തരം ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ചലഞ്ച്. ഓണസ്റ്റ്ലി അതൊരു ചലഞ്ചാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് അതിനുള്ളൊരു, ഞാൻ ഒത്തിരി ഓപ്പൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഞാൻ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പണ്ട് 7 ഹാബിറ്റ്സിലൊക്കെ പറഞ്ഞ പോലെ യു ഹാവ് ടു ഗീവ് ബിഫോർ യു ടേക്ക് എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ അത്തരം റിലേഷൻഷിപ്സിൽ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നല്ല നെറ്റ്വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം ആൾക്കാരായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവാം എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരായിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി നമുക്ക് നല്ല ഡയറക്ഷൻ കിട്ടും. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ബൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ കംപ്ലീറ്റ്ലി അബ്സോർബ് ദെയർ ലേണിംഗ്സ് ആൻഡ് അവർ സ്കില്ല്. അതെ, അത് മതി. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയാൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ആ ഒരു റൈറ്റ് ക്വസ്റ്റ്യൻ തരാൻ പറ്റിയാൽ മതി, നമുക്ക് റൈറ്റ് ഡയറക്ഷൻ തരാൻ പറ്റിയാൽ മതി. ദാറ്റ് വർക്ക്സ്. ഇപ്പം നമ്മൾ എത്രയും വെൽ നോൺ ആയിട്ടുള്ള അത്തരം ആൾക്കാർ ചെയ്യണതുണ്ട് പല ഏരിയകളിലൂടെ. ഐ തിങ്ക് നമ്മൾ ഇപ്പോൾ ഇത് കേൾക്കണം, നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ ടു ആസ്ക് പീപ്പിൾ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാവുന്ന ആൾക്കാരുടെ അടുത്ത് കുറച്ചും കൂടി നിങ്ങളുടെ എംപത്തറ്റിക്കലി നിങ്ങളടുത്ത് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കണതിൽ തെറ്റൊന്നുമില്ല. Be genuine to them. Be honest with them, and it's a give and take. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ലൈഫിനെ ഒത്തിരി മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഇപ്പോൾ നമുക്ക് എത്ര മെന്റേഴ്സ് ഉണ്ട് നാട്ടിൽ. നമുക്ക് വി ആർ ലക്കി അല്ലേ, വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ പീപ്പിൾ. നമ്മളൊരു നാച്ചുറലി ആണെങ്കിലും ഒരു പല ഓർഗാനിക്കലി നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാർ. കാരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിന് അവർ നമുക്ക് ആൻസറാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം വേണ്ട. ഇപ്പോൾ റാഷിദ് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രൊജക്റ്റുകളുടെ എല്ലാം അവരാണ് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇത് വെരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ക്യാൻ നോട്ട് ഫിഗർ ഔട്ട് യുവർ സെൽഫ്, പക്ഷേ ആ വഴി നടന്ന് ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഫെയിലിയർ ആയിട്ടായിരിക്കും. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ യു ആർ ലൂസിങ് യുവർ ടൈം. ഇതിപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ടിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് എത്താൻ പറ്റും. ഷാമിദ്, ഇപ്പം നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ആ വൺ തിങ്ങിൽ ഫോക്കസ് ചെയ്ത് നമ്മളിതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് എവരി വൺ വാണ്ട്സ് ഇസ് റിസൾട്ട്.
അല്ലെ? എല്ലാവർക്കും റിസൾട്ട് വേണം. അപ്പോൾ ആ റിസൾട്ടാണ് എല്ലാവരെയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെരി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് സാധാരണ റിസൾട്ടും പറ്റൂല. ഇനിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്. ഗാരി കെല്ലറിന്റെ ഒരു ടേമാണ് അത്, എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്. എന്താണ് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്? എങ്ങനെയാണ് അത് ഗാരി കെല്ലർ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വി ഷുഡ് ആസ്ക് ദാറ്റ് ബിഗ് ക്വസ്റ്റ്യൻസ് ടു അവർ സെൽഫ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഗാരി കെല്ലർ പറയുന്നത് വി ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഔ പർപ്പസ് ഓഫ് അവർ ലൈഫ്. അല്ല, നമുക്കൊരു കുറച്ചും കൂടി ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ബിഗ് ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു വൺ ക്വസ്റ്റ്യൻ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണത് നമ്മുടെ ആ ഒരു ബിഗർ ഗോളിലേക്കാണ്. അതെ, സത്യം. അവിടെ നിന്ന് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊരു പർപ്പസ് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരും. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി നമുക്ക് അതിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ടൈം പ്രൊഡക്റ്റീവ് ആവും. അതെ, സത്യം. മനസ്സിലായില്ലേ? അത് ആ ക്ലാരിറ്റി ഇല്ലായ്മ ഒരു ബിഗ് പ്രോബ്ലം ആണ്. അപ്പം അത് ആ ക്ലാരിറ്റി ഇല്ലായ്മ നമുക്ക് ഒറ്റയ്ക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് പറയണു. ചിലപ്പോൾ വി മേ നീഡ് ഹെൽപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റിയും കുറച്ചും കൂടി നമുക്കൊരു പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഇതിന് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സമയത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഈ സാധാരണ റിസൾട്ടിന് ഇത് തന്നെയല്ലേ വേണ്ടത്? ആണ്. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയി കിടക്കുക, നമ്മുടെ എല്ലാം റിലീം വിട്ടായി കിടക്കുക. നമുക്ക് ഇനി എന്താണ് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ഇപ്പം നമ്മളൊരു ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ സ്കാറ്റേർഡാണ്. അതിൽ നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതിലാണ് ബാലൻസ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇവിടെ എല്ലാ ആൾക്കാരും കടന്നു പോകില്ലേ ഓരോ ദിവസം ലിജിൻ? അതെ. എനിക്കൊന്ന് ആൾക്കാർ ആ ഫോക്കസ് ഇല്ലാത്ത വരുമ്പോഴാണ് റിസൾട്ടിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ക്വാളിറ്റി ചിലപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് ആ ഫോക്കസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഒരു സ്റ്റേജ് വരെ എത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ കീപ് ഡൂയിങ് ഫോർ കാരണം മനുഷ്യന്മാർക്കൊരു ടെൻഡൻസി ഉണ്ട് നമുക്ക് ചെയ്യണത് കുറേ നാൾ ചെയ്യാനായിട്ട്. പക്ഷെ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ എത്തിയിട്ട് ഇതല്ല എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിയുന്നേക്കാളും മുമ്പ് ഇഫ് യു ഹാവ് എ ബെറ്റർ ക്ലാരിറ്റി ഇൻ യുവർ ലൈഫ് ദാറ്റ് വിൽ ടേക്ക് യു ടു അനദർ ലെവൽ ഓഫ് സക്സസ്ഫുൾ. ആ ഒരു അത്രയും വേറെ ലെവലിലേക്കല്ല നമുക്ക്. സത്യം. അതെനിക്കൊന്ന് ആൾക്കാരെ ഇപ്പം ഈ മെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് അതിലാണല്ലോ യൂസ് ചെയ്യപ്പെടുന്നത്. കീപ് ഡൂയിങ് ദ റോങ് തിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഒരു മെന്ററിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇത് തെറ്റാണ്. ഇപ്പം നമ്മുടെ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആദ്യത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് പുള്ളി ആ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് വേജിന്റെ കാര്യമൊക്കെ നമുക്ക് ഒരു വലിയ പ്രശ്നമായി തീർന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വേൾഡിൽ ഇപ്പം നമുക്ക് നമ്മളേതായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ശരി ഏതാണ് തെറ്റാണെന്ന് നമുക്ക് അറ്റൻഷൻ ഇല്ല ഒന്നിലും. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മുടെ ബ്രെയിൻ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വെരി സ്കാറ്റേർഡാണ്. ഇപ്പം എവിടെ ഫോക്കസ് ചെയ്യണം, എന്തിൽ ഫോക്കസ് ചെയ്യണം, എന്തിൽ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്താലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണില്ല. കാരണം ഒന്ന് നമുക്കൊരു സോഫ്റ്റ് സ്കില്ലേ ഇല്ലല്ലോ, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. ഇല്ലല്ലോ. നമ്മളന്ന് പറഞ്ഞ പോലെ ഒരു ആളുകൾക്ക് എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരത് സംസാരിക്കേണ്ടത് അറിയില്ല, എന്ത് ആളുകൾക്ക് കൊടുക്കണം എന്നറിയില്ല, അതൊരു എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യണം എന്നറിയില്ല അല്ലേ? ഇപ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് അല്ലെ സംസാരിക്കാൻ അറിഞ്ഞാൽ നെറ്റ്വർക്ക് ആണ്. അതെ. എനിക്കൊന്നു ഞാൻ അടുത്ത ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് പ്രസൻറ്റ് ബയാസ്. എനിക്കൊന്ന് ഗാരി കെല്ലർ തന്നെ അതിനകത്ത് ഒത്തിരി വെരി ഫോൺഫുള്ളി എഴുതിയ ഒരു പാർട്ടാണ് പ്രസന്റ് ബയാസിനെ കുറിച്ച്. വാട്ട് ഈസ് എ പ്രസന്റ് ബയാസ്? അതെങ്ങനെയാണ് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? പ്രസന്റ് ബയാസ് എന്നൊരു സൈക്കോളജിക്കൽ ഒരു ആസ്പെക്ട് ആണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മളൊരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് വേണ്ടത്, ഗ്രാറ്റിഫിക്കേഷൻ. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് കണ്ടു അടുത്തത് നല്ലത് വന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ലിജിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ലിജിന് ഞാൻ ഇന്നൊരു 1000 രൂപ തരാം, വേണമെങ്കിൽ ഞാൻ ലിജിന് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 2000 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജിന് എന്ത് എടുക്കും? 1000 രൂപ എടുക്കും. അതാണ് ഗാരി കെല്ലർ പറയുന്ന ഒരു കൺസെപ്റ്റ്. കാരണം നമ്മുടെ മൈൻഡ് നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ഒരു ഹാപ്പിനെസ്സിനെ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിരിക്കുക. നമുക്ക് നാളെ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല, നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിച്ചാലോ. അതാണ് നമ്മളൊരു അത് പൊതുവേ ഉള്ള ഒരു ഹ്യൂമൻ കൺസെപ്റ്റ് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു സൈക്കോളജിക്കലി നമ്മൾ ടെൻഡൻസി കൂടുതലും ആ ഒരു പ്രസന്റ് സ്റ്റേറ്റിൽ കിട്ടുന്ന ഓഫറിങ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയണതുണ്ട്. കാരണം നമുക്കൊരു നാളെ മറ്റന്നാളെന്നൊന്നും ഇല്ല അവർക്ക് നമുക്ക് പറ്റണില്ല. ഐ തിങ്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിന് എത്താൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ എല്ലാവർക്കും അപ്പം തന്നെ എല്ലാം ജയിക്കണം, എല്ലാം അപ്പം തന്നെ വേണം, ഇപ്പം തന്നെ വേണം, ഇത് വേണം എന്നുള്ള രീതിയിലാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും മറ്റേ ഉത്സവത്തിന് കളിപ്പാട്ടം മേടിച്ചില്ല, ഉത്സവത്തിന് ചിലപ്പോൾ 6 മാസമൊക്കെ നമുക്ക് ഒരിക്കലും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കും, നേരെ കടയിൽ പോയി മേടിക്കാൻ പറയും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, നമ്മൾ സംസാരിച്ചത് പയ്യൻ പറഞ്ഞില്ലേ, അവൻ 12 മണിക്കൂറോളം ഒരു ദിവസത്തിൽ മോട്ടിവേഷൻ വീഡിയോ കണ്ട് സമയം
കളയുന്നു. അവനും അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഇല്ല, സമയം അതിലേക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ വീഡിയോ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ഉപയോഗിക്കാനോ അതിനെങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റിയെടുക്കാന്നുള്ളതിനോ ചെയ്യാൻ അവന് പറ്റുന്നില്ല. കാരണം ഇതില് ഈ ഗാരി കെല്ലർ പറയണ പോലെ നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവന്റെ അടുത്ത റൈറ്റ് ക്വസ്റ്റ്യൻ ആർക്കും ചോദിക്കാൻ പറ്റില്ല. കാരണം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഓക്കെ നീ 10 വർഷം കഴിയുമ്പോൾ നീ കോടീശ്വരനാവുമെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എന്നാൽ അതിലേക്ക് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നോ അവനോട് ചോദിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള ആൾക്കാരും അതിനുള്ള സർക്കിളില്ല അദ്ദേഹത്തിന്. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലാണ്, വി ആർ കണക്റ്റഡ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ, പക്ഷെ ആരും നമ്മളുടെ ലൈഫിനെ കെയർ ചെയ്യുന്ന ആൾക്കാരില്ല അല്ലേ? നമ്മുടെ ലൈഫിനെ കെയർ ചെയ്യുന്ന ആൾക്കാരില്ല. അവരുടെ ഐഡിയാസും അവരുടെ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളല്ല തരുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ സെല് ചെയ്തുകൊണ്ടിരിക്കുക. ഐ തിങ്ക് അല്ലേ? ഉറപ്പായിട്ടും നമ്മളെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതെ. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് നമുക്ക് അതിന് എന്താ വേണ്ടതെന്ന് അറിയാൻ മേലാണ്ടാവുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എനിക്കൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇപ്പം നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, ഒരു പാർട്ടാണ്, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ്? ശ്യാം, ഈ ബുക്കിൽ നിന്ന് ഒരു ഒറ്റ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? ഞാൻ 2 കാര്യം എടുക്കും. ഓക്കെ. ഒന്ന്, നമ്മൾ ഇങ്ങനെ പറയല്ല, നമുക്ക് എവറിബഡി ഹാവ് എ സം ഡേ ഡ്രീം. അതായത് ഒരിക്കൽ ഞാൻ കോടീശ്വരനാകും, അല്ലെങ്കിൽ ഒരിക്കൽ ഞാൻ കാറ് വാങ്ങും, ഒരിക്കൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയില്ലേ, അതിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു സന്ദേശം. അല്ലെങ്കിൽ ഈ ബുക്ക് എനിക്ക് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മളാ ഒരു സം ഡേ നമ്മുടെ ലൈഫിനോട് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസിനോട് നമ്മുടെ ബിലീഫിനോട് എത്രത്തോളം ചേർന്ന് കിടക്കണമെന്നുള്ളത് നമുക്ക് ആ ഒരു റൈറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതൊരു എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഐ ലൈക്ക് ദാറ്റ് കൺസെപ്റ്റ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പല ആംഗിളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സം ഡേ. ആ സം ഡേയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഫോർ ആ സം ഡേ എന്നാണെന്ന് നമുക്കറിയണം. ആ ഒരു സം ഡേനെ പറ്റിയിട്ട് ഒരു ഡെഫിനേഷൻ നമുക്ക് ഉണ്ടാവണം. ആ ഒരു സം ഡേക്ക് നമുക്ക് ഓരോ വർഷം, ഓരോ മാസം, ഓരോ ആഴ്ചയും, ഓരോ ദിവസം, ഓരോ മണിക്കൂറും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യു വുഡ്ന്റ് ലൂസ് യുവർ ടൈം ഓർ യു വുഡ്ന്റ് ബി ഡിസ്ട്രാക്റ്റഡ്. അല്ലേ? അപ്പോൾ അതൊരു പോയിന്റാണ്. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടൊരു കോട്ട് ഇതിൽ പറയുന്നത്, അത് സക്സസ് ഈസ് സിമ്പിൾ, ഡു വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഇൻ എ റൈറ്റ് വേ ഇൻ എ റൈറ്റ് ടൈം. Okay. Success is simple. Do what is right the right way at the right time. Okay. നമ്മൾ വിജയിക്കാനായിട്ട് ഒരു ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അതാണ് വിജയം. അപ്പൊ അതിന് ആ ഒരു ടൈം ഉണ്ടാവണം, ശരിയായ കാര്യം എന്താണെന്ന് അറിയണം, ശരിയായ കാര്യത്തിലേക്ക് എങ്ങനെ എത്തുക എന്നറിയണം, അതെങ്ങനെ ആ റൈറ്റ് ടൈം എന്താണെന്ന് അറിയണം. ഐ തിങ്ക് ദ റൈറ്റ് ടൈം ഈസ് നൗ. ഓൾവേസ് ദ റൈറ്റ് ടൈം ഈസ് നൗ. നമ്മൾ ഇങ്ങനെയുള്ള ബുക്കുകൾ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് തന്നെ ആൾക്കാരെ ടു മേക്ക് അവരൊന്ന് സെൻറ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെന്താണ് അവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പർപ്പസ് തന്നെ ഇതാണ്. വി വോണ്ട് എവരി വൺ ടു ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. നമ്മളെല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മൾ ആൾക്കാരോട് ഇത് പല പ്രാവശ്യം പറയുമ്പോൾ ആൾക്കാർക്ക് വേണ്ടത് ഫാമിലി, ദെയർ ടൈം, ചിലപ്പം അവർക്ക് ഡ്രീംസ്, അവരുടെ ലൈഫാണ്. അതെ, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. പിന്നെ ആളുകൾ എപ്പോഴും ഒത്തിരി ചോദിക്കുന്നത് എങ്ങനെ ചെയ്യുന്നു. റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇരുന്നോലെ ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഇൻ എ ഫോർമാറ്റ്. എൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ വൺ തിങ് എന്ന് പറഞ്ഞ ആ സാധനം പറഞ്ഞ പോലെയാണ് നമ്മൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഇതാണ്, എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ഞാൻ കോടീശ്വരനാവുന്നതാണെന്നാണെങ്കിൽ അത് ദാറ്റ്സ് നോട്ട് നെവർ റോങ്. അതെ, ഗാരി കെല്ലർ പറഞ്ഞ പോലെ നമുക്ക് അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ്. there may be people around. അപ്പം നമ്മൾ എത്രയോ സമയം നമുക്ക് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യണം. എത്രയോ സമയം നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനും നമ്മുടെ ബാക്കിയുള്ള പ്ലഷേഴ്സിന് വേണ്ടി വേസ്റ്റ് ചെയ്യണം. സ്പെൻഡ് സം ടൈം ഓർ മണി വിത്ത് സമ്മൺ. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എവിടെയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനെ ആൾക്കാരെ കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്പെൻഡ് ഇറ്റ് ഓവർ. അല്ലേ? നമ്മൾ അങ്ങനെ അങ്ങനെയും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും അതിലേക്ക് തിരിച്ചു വരണമെന്നും എല്ലാവരും ഫോക്കസ്ഡ് ആണ്. അല്ലാണ്ട് സോഷ്യൽ മീഡിയനെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാന്നുള്ള ലക്ഷ്യമല്ല. അതുകൊണ്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇതിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്യുക. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരിക. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷമായിട്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമാണ്. പക്ഷേ ഐ തോട്ട് വി ഷുഡ് ടെൽ ഇറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ അടിപൊളി ബുക്ക്. ഇനി ആൾക്കാർ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ
ഒത്തിരി കമൻസ് വരുന്നുണ്ട്. അതെ. ഇപ്പോൾ എനിക്ക് നമ്മൾ ഈ ബുക്കിൽ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത് നമ്മൾ ആ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെയും ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആളുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആളുകളായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാം, ഇത്തരം കാര്യങ്ങൾക്ക് സഹായം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ അത്തരം വീഡിയോസ് ഞങ്ങൾക്ക് ഒത്തിരി ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഒത്തിരി മെൻറ്റേഴ്സ് ഉള്ളതാണ്. ഞങ്ങളതെങ്ങനെ ചെയ്യണമെന്നുള്ള ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് താഴെ നെറ്റ്വർക്ക് എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലേ? NETWORK നെറ്റ്വർക്ക്. പിന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമ്മൾ അതിൻ്റെ ലിങ്ക് ഇതിനകത്താണ്. യു ക്യാൻ കമിൻ. നമ്മൾ അതിനകത്ത് ചലഞ്ചസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. വെരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെ നടക്കുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ പറയുക, ഗ്രൂപ്പിനകത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളില്ലാതെ തന്നെ, ഇപ്പം നമ്മളൊരു ഫെസിലിറ്റേറ്റർ ഇല്ലാതെ തന്നെ ആ ഗ്രൂപ്പ് തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഐ ലവ് ദാറ്റ്. ഓക്കെ, എനിവേ താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ്, നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗമാവും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞാലും നമുക്ക് ഇതിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഞങ്ങൾക്ക് പറ്റുന്ന എത്രയും പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. We are here to help. Let us grow together. Yeah, let us grow together. That's it. Thank you. Thank you. Bye.